നവതി നിറവിൽ ലക്ഷ്മി ദീദി കന്യാകുമാരി വിവേകാനന്ദ കേന്ദ്ര വേദിക് വിഷൻ ഫൗണ്ടേഷൻ ചെയർപേഴ്സൺ ഡോക്ടർ എം ലക്ഷ്മികുമാരിയുടെ നവതി ആഘോഷങ്ങൾക്ക് കൊടുങ്ങല്ലൂരിൽ തുടക്കമായി. സേവനം സാധനയാക്കി മാറ്റിയ കർമ്മയോഗിക്ക് നാട് നൽകുന്ന സ്നേഹാദരമായി മാറുകയാണ് നവതി ആഘോഷങ്ങൾ. ഭാരതീയ ആത്മീയതയെയും വിവേകാനന്ദ ദർശനങ്ങളെയും ലോകമെങ്ങും എത്തിക്കാൻ ജീവിതമൊഴിഞ്ഞുവെച്ച വ്യക്തിത്വം, സേവനവും ജീവിതവും ഒന്നായി മാറിയ 9 പതിറ്റാണ്ട്. വിവേകാനന്ദ കേന്ദ്ര വേദിക് ഫൗണ്ടേഷൻ ചെയർപേഴ്സൺ ഡോക്ടർ എം ലക്ഷ്മികുമാരി ഇന്ന് നവതിയുടെ നിറവിലാണ്. കൊടുങ്ങല്ലൂർ ശൃംഗപുരത്തെ വിവേകാനന്ദ കേന്ദ്രം ആനന്ദധാമം ഇന്ന് ഭക്തിസാന്ദ്രമാണ്. ലക്ഷ്മി ദീദിയുടെ 90ാം ജന്മദിനത്തോടനുബന്ധിച്ച് 9 ദിവസം നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. സോപാന സംഗീതത്തിന് ശേഷം യതീശ്വരി പൂജ. നമസ്തസ്യൈ നമോ നമഃ. തത്സർവം ബ്രഹ്മാർപ്പണം ഭവതി സ്വാഹ. ഓം ശ്രീ നമഃ. ജൂന അഖാഡ മഹാമണ്ഡലേശ്വർ സംപൂജ്യ ആനന്ദവനം ഭാരതി സ്വാമികൾ ഭദ്രദീപം കൊളുത്തി നവതി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. അടുത്ത ഒരു 50 വർഷക്കാലത്തേക്ക് നമ്മുടെ ഏറ്റവും വലിയ ഉപാസനാദേവത ഭാരതമാതാവാകട്ടെ എന്നാണ് പാരതന്ത്ര്യത്തിൻ്റെ വലിയ ചങ്ങലക്കെട്ടുകളിലിടയിൽപ്പെട്ട് കിടന്നിരുന്ന ഒരു ജനതയോട് വിവേകാനന്ദ സ്വാമികൾ ആഹ്വാനം ചെയ്തു. ഇന്നത്തെ കാലത്ത് വിവേകാനന്ദ സ്വാമികൾ പകർന്നു തന്ന സന്ദേശത്തെ എങ്ങനെ ജീവിതത്തിൽ പകർത്തി ദേശത്തിനു വേണ്ടിയുള്ള ധർമ്മത്തിനു വേണ്ടിയുള്ള സേവനത്തെ ഒരു സാധനയാക്കി ജീവിതം നയിക്കാം എന്നുള്ളതിൻ്റെ പ്രകടമായ പ്രായോഗികമായ ഏറ്റവും ഉത്തമമായ ഉദാഹരണമായി നമ്മളിൽ ജീവിച്ചുകൊണ്ട് അതുപോലെ വിവേകാനന്ദ സ്വാമികൾ പകർന്നു തന്ന സന്ദേശത്തെ ജീവിതത്തിലേക്ക് പകർത്തുന്നതിന് നിരവധി വ്യക്തിത്വങ്ങളെ പ്രചോദിപ്പിക്കുന്ന ജീവിതമാണ് അമ്മയുടെ. തൃശൂർ ശ്രീ ശാരദാ മഠത്തിലെ വിമല പ്രാണമാതാജി അനുഗ്രഹ പ്രഭാഷണം നടത്തി. എല്ലാവരോടും പറയാണ്, നിങ്ങളുടെ വീട്ടുകാരെയും ഒന്ന് ശ്രദ്ധിക്കണം, അല്ലാണ്ട് പറ്റില്ല. എന്നാലേ ലോകം നന്നാക്കാൻ പറ്റുള്ളൂ. നമുക്ക് വേറെ ഒന്നുകൊണ്ടും പറ്റില്ല. കുറേ പണം ഉണ്ടാക്കി വന്നു, അതുകൊണ്ടും ആവില്ല. ആ പണം കൊണ്ടുപോയാലും അത് എന്തിനാണ് പ്രവർത്തിക്കണേ എന്നുള്ള വിചാരം കൂടി നിങ്ങൾക്ക് വേണം. ആത്മവിശ്വാസത്തിനൊപ്പം ദൈവവിശ്വാസവും കുട്ടികൾക്ക് പകർന്നു നൽകണമെന്നും കുടുംബബന്ധം ഊഷ്മളമാവണമെന്നും ലക്ഷ്മി ദീദിയുടെ നവതിയിലെ വാക്കുകൾ. ആത്മവിശ്വാസത്തോടു കൂടി ദൈവവിശ്വാസത്തിനെയും കൂടി ചേർക്കണം. ഇന്നത്തെ കുട്ടികൾക്ക് നമുക്കത് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അതാണ് നമുക്ക് പറ്റിയിരിക്കുന്ന വലിയൊരു തെറ്റ്. ആത്മവിശ്വാസം കൊടുക്കും നമ്മൾ. നീ ഫസ്റ്റ് ആവണം, നീ അങ്ങനെ വേണം, ഇങ്ങനെ വേണം, മാർക്ക് മേടിക്കണം, അതൊക്കെ പറഞ്ഞ് ഉപദേശിക്കും. പക്ഷേ അതിൻ്റെ എല്ലാം പിന്നിൽ ശക്തിയായിട്ട് നിൽക്കേണ്ടത് ഈശ്വര വിശ്വാസമാണ്. ഭഗവത്ഗീതയിലെ കുടുംബത്തിനെ പറ്റി എന്താ പറഞ്ഞിട്ടുണ്ടാവുക? പക്ഷെ വായിച്ചു നോക്കിയപ്പോഴാണ് ഈ പ്രപഞ്ചമാകുന്ന കുടുംബത്തിനെ പറ്റി മാത്രമേ ഭഗവാൻ സംസാരിച്ചിട്ടുള്ളൂ. നിങ്ങളെല്ലാം ഈ കുടുംബത്തിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കൂ. നമ്മളെല്ലാവരും ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇന്റർ കണക്റ്റഡ്, ഇന്റർ റിലേറ്റഡ് ആൻഡ് ഇന്റർ ഡിപെൻഡന്റ്. ആത്മീയതയ്ക്കൊപ്പം കലകൾക്കും സ്ത്രീ പങ്കാളിത്തത്തിനും പ്രാധാന്യം നൽകുന്നതാണ് 9 ദിവസം നീളുന്ന നവതി ആഘോഷങ്ങൾ. തന്റെ ജീവിതം മറ്റുള്ളവർക്കായി സമർപ്പിച്ച കർമ്മയോഗിക്ക് നാട് നൽകുന്ന സ്നേഹാദരമായി മാറി ഈ നവതി ആഘോഷങ്ങൾ.